ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 33-ാമത്തെ ആയത്താണ് വിശദീകരിച്ചു വന്നത് അല്ലേ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. നമ്മൾ പറഞ്ഞ ഏറെ ഗൗരവപ്പെട്ട ഒരു ആയത്താണ്. യാ അയ്യുഹന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് മുഴുവൻ മനുഷ്യരെയാണ്. ഈ സൂറത്ത് മക്കിയത്തായ സൂറത്തല്ലേ, മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ്. യാ അയ്യുഹന്നാസ് പ്രയോഗങ്ങൾ കൂടുതലും എവിടെ വരിക? മക്കിയത്തായ സൂറത്തിലാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള വിളി കൂടുതൽ വരൽ മദനീയത്തായ സൂറത്തുകളിലാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ മുസ്ലിമിനെയും അമുസ്ലിമിനെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെയാണ് ഈ വിളിയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ ഒരു പെണ്ണ് മുടി ചെയ്യുകയാണ്. ഉമ്മു സലമയുടെ മുടി ചെയ്യി കൊടുക്കുകയാണ് ഒരു പെണ്ണ്. അപ്പോൾ മസ്ജിദിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ച്, അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മുടി ചെയ്യിക്കണ പെണ്ണിനോട് പറഞ്ഞ് കുഫി അന്നി പറഞ്ഞാൽ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മുടി ചെയ്യിക്കണ പെണ്ണ് പറഞ്ഞ് യാ അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത്. നിങ്ങളല്ല വിളിച്ചത്, യാ അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല പറഞ്ഞു അന മിനന്നാസ്, ഞാൻ ജനങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ആ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ പെട്ടു എന്ന് പറഞ്ഞു ഉമ്മു സലമ ആ സംസാരം കേൾക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും ഈ വിളി യാ അയ്യുഹന്നാസ് എന്നുള്ളത് അള്ളാഹു മുഴുവൻ മനുഷ്യരെയും വിളിക്കാൻ, യാ ബനി ആദം, അതുപോലെ യാ അയ്യുഹൽ ഇൻസാൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഉള്ള ഒരു വിളിയാണത്. എന്നിട്ട് ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുക നമ്മൾ പറഞ്ഞു. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയക്കുകയും ചെയ്യുക. വഖ്ശൗ ഖശിയത്ത്, അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. യൗമൻ അതൊരു ഗൗരവപ്പെട്ട ദിവസമാണ് എന്നുള്ളതാണ് ഈ തൻവീൻ അറിയിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ തൻവീൻ, അതിൻ്റെ ഒരു ഗൗരവമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ എന്ന്. ഇത് അതിൻ്റെ ഒരു ഗൗരവമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, തുർജഊന ഫീഹി അതതിൻ്റെ മറ്റൊരു വിഷയം ഗൗരവമാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞു. അതേപോലെ യൗമൻ യജ്അലുൽ വിൽദാന ശീബ, കുട്ടികൾ പോലും നരബാധിച്ച് വരാവുന്നതാണ് യൗമൻ. അതിൻ്റെ മറ്റൊരു ഗൗരവമാണ് യൗമൻ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ലാ തംലികു നഫ്സുൻ, ഒരാളും ഉടമപ്പെടുത്തൂല ഒരാൾക്കും ഒന്നുമേ. യൗമ തറൗനഹ, ആ ദിവസം നിങ്ങൾ കാണുമ്പോൾ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്, മുലയൂട്ടുന്ന ഉമ്മമാർ കുഞ്ഞുങ്ങളെപ്പോലും മറന്നു പോകുമെന്നാണ്. വതദഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ, കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ. യൗമൻ കാന ശർറുഹു മുസ്തതീറ, യൗമൻ കാന ശർറുഹു വിപത്ത് സർവത്രികം, സർവവ്യാപകമാകുന്ന ദിവസം യൗമൻ. അപ്പോൾ ഈ യൗമിന് പലയിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രത്യേകതകളാണ് പറഞ്ഞത്. ഒക്കെ അറിയിക്കുന്നത് എന്താണ്? ഒക്കെ അതിൻ്റെ ഗൗരവത്തെയാണ്. ഇവിടെ അതിൽ ഒരു ഗൗരവമാണ് ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. എന്താ ലാ യജ്സി? ലാ യജ്സി എന്താ ലാ യജ്സി? ഈ ജസാ യജ്സി എന്നത് ഏതിൽ നിന്നാണ് വിൽപ്പന്നാണത്? ഏതിൽ നിന്നത് വിൽപ്പന്നാണത്? ഈ ക്രിയ എവിടുന്നാണ് വരുന്നത്? ജസായിൽ നിന്നാണ് അല്ലേ?
ജസാ, ജസായിൽ നിന്നാണിത് വരുന്നത്. അൽ ജസാ, ജസായിന് കുറേ അർത്ഥമുണ്ട്. പല അർത്ഥത്തിൽ ജസാ പ്രയോഗിക്കും അല്ലേ? പ്രത്യേകിച്ച് ഇവിടെ ലാ യജിസി വാലിദുൻ അൻ, ഈ അന്ന് വന്ന് വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ എന്ന് വന്ന് ഇതല്ലേ. അപ്പോൾ ഈ അൽ ജസായിൻ്റെ അർത്ഥം ഒന്ന് ഖദ, വീട്ടി എന്ന അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ ഖദ, അതിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ ബോധ്യപ്പെടും. അല്ലെങ്കിൽ അദാ, നിർവഹിക്കുക എന്ന അർത്ഥത്തിൽ വരും. ഖദ വീട്ടുക. അല്ലെങ്കിൽ ഗിന, ഗിന എന്ന് പറഞ്ഞാൽ ഉപകരിക്കുക. ഗിന, ഗിന, ഗിന അല്ലെങ്കിൽ ഗിന, ഉപകരിക്കുക. അല്ലെങ്കിൽ കിഫായത്ത്, മതിയാവുക. അല്ലെങ്കിൽ ദഫ്, ചെറുക്കുക. ഈ അർത്ഥത്തിലൊക്കെ ഈ ജസായ് വരും. എപ്പോൾ ജസായ് അതിനെ തുടർന്ന് അൻ വരുമ്പോൾ, അൻ എന്ന ഇത് വരുമ്പോൾ ജസാ അൻ, എജ്സി അൻ എന്ന് പറയുമ്പോൾ വീട്ടൽ, നിർവഹിക്കൽ, ഉപകരിക്കൽ, പര്യാപ്തമാകൽ, മതിയാകൽ, ചെറുക്കൽ, തടുക്കൽ, ഇതൊക്കെ അർത്ഥത്തിന് വരും ജസാ. വേറെ അർത്ഥത്തിന് വരും അവിടെ അതും പറയാം. അപ്പോൾ ഇവിടെ ലാ യജിസി വാലിദുൻ, വാലിദ് എന്ന് പറഞ്ഞാൽ, വാലിദ് എന്ന് പറഞ്ഞാൽ പിന്നെ ജന്മം നൽകിയവൻ, ജന്മം നൽകിയവൻ. അത് വാപ്പയാകാം അമ്മയാകാം. വാലിദുൻ, ജന്മം നൽകിയവൻ. അൻ വലദിഹി, വലദി എന്ന് പറഞ്ഞാൽ തൻ്റെ വലതിന്, വലത് എന്ന് പറഞ്ഞാൽ, വലത് എന്ന് പറഞ്ഞാൽ പിന്നെ സന്താനം, സന്താനം, വലത്. വാലിദിൻ വമ വലത്, വാലിദ് വലത്. അപ്പോൾ ഇവിടെ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി എന്ന് പറഞ്ഞാൽ തൻ്റെ വലതിന് ഒരു വാലിദും ലാ യജ്സി എന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞേ, ഇനി അർത്ഥം പറഞ്ഞേ, എന്താ കഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വീട്ടുകയില്ല. അതായത് മകൻ എന്തെങ്കിലും ഒരു പിന്നെ കർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അത് അവിടെ ആര് വീട്ടൂല? വാപ്പ വീട്ടൂല, വാപ്പ വീട്ടൂല. രണ്ട് അതായത്, അപ്പം എന്താ അർത്ഥം? മകൻ നിർവഹിക്കേണ്ടത് നിർവഹിച്ചിട്ടില്ല, അത് വാപ്പ അവിടെ നിർവഹിക്കൂല അല്ലേ? ഇവിടെ ഗിന എന്ന് പറഞ്ഞാൽ, ഗിന അല്ലെങ്കിൽ ഗിനൻ എന്ന് പറഞ്ഞാൽ ഉപകാരം, ഉപകാരം എന്ന് പറഞ്ഞാൽ ലാ യജ്സി വാലിദുൻ, ഒരു പിതാവും ഉപകരിക്കൂല അൻ വലദിഹി, തൻ്റെ മകന് ഉപകരിക്കൂല. നാല് കിഫായത്ത്, എന്താ കിഫായത്ത്? മതിയാവുക, പര്യാപ്തമാവുക. ഒരു വാപ്പയും തൻ്റെ മകനെ തൊട്ട് അവിടെ മതിയാകൂല, പര്യാപ്തമാകൂല. ഓരോരുത്തർക്കും താങ്കൾ മതിയാവുകയാണ്, അല്ലാതെ പിന്നെ മതിയാവുകയില്ല. അഞ്ച് എന്താ? അഞ്ച് ദഫ്, ചെറുക്കലാണ്. ലാ യജ്സി വാലിദുൻ, ഒരു വാപ്പയും പ്രതിരോധിക്കൂല, ചെറുക്കൂല അൻ വാലിദിഹി, തൻ്റെ മകനെ തൊട്ട് തടുക്കുകയില്ല, പ്രതിരോധിക്കില്ല. ശിക്ഷയാകട്ടെ, നരകത്തിയാകട്ടെ, വിചാരണയാകട്ടെ, എന്താവട്ടെ, അതൊരു വാപ്പാക്കും മകനെ തൊട്ട് ചെറുക്കാനോ തടുക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് ഇവിടെ ഈ പിന്നെ ലാ യജ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ലാ യജ്സി, ജസാ യജ്സി എന്നതിന് തുടർന്ന് അന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ അർത്ഥങ്ങളൊക്കെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തഫ്സീറുകളിൽ പല അർത്ഥങ്ങൾ. ഉപകരിക്കില്ല, ഒരു പിതാവും മകനൊട്ടും ഉപകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചെറുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിർവഹിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മതിയാവുകയോ പര്യാപ്തമാവുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഖ്ശൗ യൗമൻ, നിങ്ങൾ ഒരു ദിവസത്തെ ഭയക്കണം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു വാലിദും തൻ്റെ വലതിനെ തൊട്ട് ഓക്കെ ചെറുക്കൂല, മതിയാകൂല, ഉപകരിക്കൂല, നിർവഹിക്കൂല, വീട്ടുകയില്ല. ഇതൊക്കെ ഉദ്ദേശം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിപുലമായ ആശയത്തെ തരുന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചത്. ലാ യുഗ്നി എന്ന് പ്രയോഗിച്ചാൽ മതി, പ്രയോഗിച്ചിട്ടില്ല.
അല്ലെങ്കിൽ ലാ യു അദ്ദി എന്ന് പറയുക മതി, അല്ലെങ്കിൽ ലാ യക്ഫി, ലാ യഖ്ദി, ലാ യദ്ഫഉ അങ്ങനെ പ്രയോഗിച്ചാൽ മതി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ തരുന്ന ഒരു പദത്തെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ദിവസം ഏറെ ഭയക്കേണ്ട ദിവസമാണ്, ഏറെ പേടിക്കേണ്ട ദിവസമാണ്. ജസാ പല ഈ ജസാ എന്നുള്ള പദം ഉണ്ടല്ലോ, അത് കൂലിക്ക് പറയും. ഹൽ ജസാ ഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിനുള്ള കൂലി, പ്രതിഫലം, അത് നല്ലതിനുള്ള പ്രതിഫലത്തിനും തിന്മക്കുള്ള പ്രതിഫലത്തിനും ജസാ എന്ന് പറയും. ഇപ്പം ജസാ ഉ സയ്യിഅത്തിൻ, എന്താ ജസാ ഉ സയ്യിഅത്തിൻ, തിന്മക്കുള്ള പ്രതിഫലം, സയ്യിഅത്തു മിസ്ലുഹ അല്ലേ. അവിടെ ജസാ തിന്മക്കുള്ള പ്രതിഫലത്തിനാണ് പറഞ്ഞത്. ഇന്ന ഹാദാ കാന ലക്കും ജസാ വകാന സഅയുക്കും മഷ്കൂറ. ഇന്ന ഹാദാ കാന ലക്കും ജസാ, അവിടെ ജസാ എന്താ? ജസാ എന്താ? തിന്മക്കുള്ള പ്രതിഫലം, നന്മക്കുള്ള പ്രതിഫലം? നന്മക്കുള്ള. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദ്റുൻ വ ഇസ്തബ്റഖ് വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ ഇന്ന ഹാദാ കാന ലക്കും ജസാ. അവിടെ ജസാ എന്ന് പറഞ്ഞാൽ നന്മക്കുള്ള പ്രതിഫലം. ദാലിക ജസാഉ അഅദാഇല്ലാഹ് അന്നാർ എന്ന് പറയും. ജസാഉ അഅദാഇല്ലാഹ്, അള്ളാഹിൻ്റെ ശത്രുക്കൾക്കുള്ള ജസാ അന്നാർ, നരകത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു മജർനാ മിനന്നാർ. അവിടെ ജസാ എന്താ? തിന്മക്കുള്ള പ്രതിഫലം. അപ്പോൾ നന്മക്കുള്ള പ്രതിഫലം അതിന് ജസാ എന്ന് പറയും, തിന്മക്കുള്ള പ്രതിഫലം അതിന് ജസാ എന്ന് പറയും. ജസാ പല അർത്ഥത്തിൽ വരും. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ എന്താ? തുജിസ. അവിടെ ഇവിടെ തുജിസ. അവിടെ ഈ ജസക്ക് ശേഷം അന്നില്ല. ഒമാലി അഹദിന ഇൻദഹു മിൻ നിഅമത്തിൻ തുജിസ. ബദന്താ? പിന്നെന്താ? ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർള. അവിടെ തുജിസ എന്ന് പറഞ്ഞാൽ തുജിസ എന്ന് പറഞ്ഞാൽ അവിടെ മുക്കാഫ ഉണ്ടല്ലോ, ആ അർത്ഥം തരാനാണ്. എന്താ മുക്കാഫ? അല്ലെങ്കിൽ മുക്കാബല. എന്താ മുക്കാബല? പകരം നൽകുക, പാരിതോഷികം നൽകുക. പാരിതോഷികം നൽകുന്നതിനാണ് മുക്കാഫ, അല്ലെങ്കിൽ മുക്കാബല എന്ന് പറയും, പകരം നൽകുക. ആ അർത്ഥത്തിൽ തുജ്സ പ്രയോഗിക്കും, ജസാ. ഈ അർത്ഥത്തിൽ ജസാ പ്രയോഗിക്കും. വമാലി അഹദിന ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ആരുടെ വിഷയത്തിലാണ് വന്ന്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറേ ദുർബല മനുഷ്യരെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു. അവർക്ക് വലിയ ആശ്വാസമായി വർത്തിച്ചു. ഈ റഹീഖുൽ മഖ്തൂമിൽ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടത്. അബൂബക്കറിന് വിലക്ക് വാങ്ങി ഉണ്ടല്ലോ ഈ ഉമ്മു ഉബൈസ്, ഒരു അടിമപ്പെണ്ണാണ്, വളരെ ദുർബലയായ സ്ത്രീയാണ്. സുന്നൈറ, നഹ്ദിയ, ഇങ്ങനെയുള്ളവർ. പിന്നെ ബിലാൽ, ആമിർ ബിൻ ഫുഹൈറ, ഖുബൈബ് അല്ല ഖബ്ബാബ് ബിനുൽ അറത്ത്, ഇങ്ങനെയുള്ള കുറേ ആളുകളെ അബൂബക്കർ റളിയല്ലാഹു തആല വിലക്ക് വാങ്ങിയിട്ട് മോചിപ്പിക്കണം. കാരണം ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് കാരണത്താൽ ഇവർ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. ജാരിയത്തു ബനി മുഅമ്മൽ എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണ് ഈ ബനു മുഅമ്മൽ. അതിലൊരു പെണ്ണാണ്. അവൾ ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ അവളെ പീഡിപ്പിച്ചിരുന്നത് ഉമറാണ്. അപ്പോൾ ഈ ദുർബലർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത്? അന്ന് അദ്ദേഹമാണ് സജീവം, ഇസ്ലാം ആശ്രയിച്ചിട്ട് അദ്ദേഹത്തിനാണ് പിന്നെ ഈ ആളുകളെ മുഴുവൻ പീഡിപ്പിക്കുന്ന അവസ്ഥ കാണാം. ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഉമയ്യ ഇബ്നു ഖലഫ് ബിലാലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ്, കഷ്ടപ്പെടുത്താണ്. അപ്പോൾ അബൂബക്കർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇലാ മത, എത്രയാണ് ഈ പീഡനം എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അമാ തഖ്ഷല്ലാ ഫി ഹാദൽ മിസ്കീൻ, ഈ മിസ്കീൻ്റെ വിഷയത്തിൽ പടച്ചോനെ പേടില്ലേ എന്നൊക്കെ ചോദിക്കേണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരോട്? ഉമയ്യയോട്. അപ്പോൾ ലാ ഖൈറഫി, ഒരു ഖൈറില്ലാത്തതാണ് ഈ ബിലാൽ എന്ന് പറയേണ്ടത് ഉമയ്യ. ഏതായാലും വലിയ ഒരു തുക നൽകി, എനിക്കൊണ്ട് 40, ചില റിപ്പോർട്ടുകൾ 40 ഊക്കിയ സ്വർണം നൽകി, അല്ലെങ്കിൽ വലിയൊരു തുക ദിർഹം നൽകി. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ശക്തനായ ഒരു അടിമയെ പകരം നൽകിയൊക്കെയാണ് എന്ത് ചെയ്തത്? ബിലാലിനെ വാങ്ങിയത്, ഉമയ്യ ബിലാലിനെ വാങ്ങിയത്. എന്തായാലും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സ്വത്ത് മുഴുവൻ, അധ്വാനം മുഴുവൻ ഇങ്ങനെ ഈ ദുർബലരെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അബൂ ഖുഹാഫ ഉസ്മാൻ
അബൂ ഖുഹാഫ എന്നിവരെന്ത് ചെയ്യണം, അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ്, യാ ബുനയ്യ ലൗ അഅതഖ്ത റിജാലൻ ജൽദൻ ലമനഉ അൻക്. പിന്നെ മകനെ, നല്ല കരുത്തരായ അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ പ്രതിരോധിച്ചോളും. കാരണം അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ ചെറുത്തോളും. ഈ ദുർബല മനുഷ്യന്മാരെ എന്തിനാണ് മോചിപ്പിക്കുന്നത്, അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാനിത് മോചിപ്പിക്കുന്നത് എന്താ, ഞാൻ ഈ അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാൻ പരലോകം കാമിച്ചിട്ടാണ് ഇത് മോചിപ്പിക്കണത് എന്ന് പറയുന്നത്. ആ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. ഏതായത് അതിന് മുമ്പ് പിന്നെ ചില റിപ്പോർട്ടുകളുണ്ടല്ലോ, പിന്നെ ഫഅമ്മാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന വസനുയസ്സിറുഹു ലിൽ യുസ്ര വഅമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര എന്ന് തുടങ്ങിയിട്ട് പിന്നെ ഫഅൻദർതുകും നാറൻ തലദ്ദ ലാ യുസ്ലഹ ഇല്ലൽ അഷ്ഖ വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ. ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ മോചിപ്പിക്കുന്നുവെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു മുക്കാഫ നൽകപ്പെടാൻ മാത്രം, അല്ലെങ്കിൽ മുഖാബല പകരം നൽകപ്പെടാൻ മാത്രം ഒരാളും അബൂബക്കറിന് എന്തില്ല, ഒരു അനുഗ്രഹം ചെയ്ത ഒരു അവസ്ഥ അല്ല. ഈ അടിമകളൊന്നും എന്തില്ല, അബൂബക്കർ റളിയല്ലാഹു കൊണ്ട് കുറേ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് അതിനുള്ള മുക്കാഫയല്ല ഈ മോചനം, അതേ മോചിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള മോചിപ്പിക്കലല്ല ഇത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. അന്ത്യനാൾ വരേക്കും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു മഹത്വം ആളുകൾ മനസ്സിലേറ്റുന്നതിന് വേണ്ടി. വജ്ഹി റബ്ബിഹിൽ ആല, മുക്കാഫയ്ക്ക് വേണ്ടിയല്ല, മുഖാബലക്ക് വേണ്ടിയിട്ടല്ല, മേലായ റബ്ബിൻ്റെ പ്രീതി അത് കാണിച്ചിട്ട് മാത്രമാണ്. വലസൗഫ യർദ, അബൂബക്കർ റളിയല്ലാഹു തൃപ്തിപ്പെടും, മനസ്സ് നിറയെ തൃപ്തിപ്പെടുന്ന ഒരു നാളെ ഉണ്ടാകും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാഗ്ദാനമാണ്. അപ്പോൾ വിഷയം ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, ഈ ജസാ ജസാ എന്നുള്ളത് വിവിധ അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. ജസാ എന്ന് പറയും ജിസിയക്ക്. ജിസിയ എന്താ, ജിസിയ എന്താ പറയുക, മുസ്ലിങ്ങളിൽ നിന്ന് കൊള്ളുന്ന കപ്പം അല്ലേ, അതെന്താ, അത് അമുസ്ലിമീങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മുസ്ലിം നാടിൻ്റെ ഭരണാധികാരികൾക്ക് നൽകുന്ന കരമാണ് ജസാ. അതുകൊണ്ട് അതിന് ജിസിയ എന്ന് പറയും, അല്ലെങ്കിൽ ജസാ എന്ന് പറയും. ഇതിൽ നിന്ന് വന്നാണ്, അത് പകരമാണ്, മുക്കാബിലാണ്. മുസ്ലിം പൗരന്മാർ ഇസ്ലാമിക നാടുകളിൽ അവരുടെ സംരക്ഷണം മുസ്ലിം ഭരണാധികാരിയും ഇസ്ലാമിക രാഷ്ട്രവും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന മുക്കാബിലാണ്. അത് എല്ലാവർക്കും ഇല്ല, എല്ലാ മുസ്ലിം പൗരന്മാർക്കും ഇല്ല. പിന്നെ മുസ്ലിം പൗരന്മാരിൽ യുദ്ധത്തിന് ശേഷിയുള്ള പ്രായപൂർത്തി എത്തി കരുത്തരായ പുരുഷന്മാർക്കാണ് ജിസിയ. കാരണം അവരെ പിന്നെ അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ജിസിയ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. ചില സമയങ്ങളിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ജിസിയ മുസ്ലിമീങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഭരണാധികാരി എന്ത് ചെയ്യാണ്, ഈ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി നമ്മൾ സംരക്ഷിക്കാൻ ഇവിടെ അല്ല, അതുകൊണ്ട് തന്നെ പിന്നെ ജിസിയ തിരിച്ചു കൊടുത്തിട്ട് പോയ ചരിത്രങ്ങളൊക്കെ വായിക്കാം. അല്ല കുള്ളി ഈ പദത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ലാ എ ജിസി എന്നതിന് ശേഷം അന്ന് വന്നു. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ വരും. ഇതിലൊക്കെ എന്താണ് നമ്മളുടെ പിന്നെ ആദർശമാണ്, അതൊക്കെ നമ്മുടെ ആദർശമാണ്. അതായത് പരലോകത്തിൻ്റെ പ്രത്യേകത, പരലോകത്ത് ലാ യജിസി വാലിദുൻ അം വലദിഹി, ഒരു വാപ്പയും മകന് വേണ്ടിയിട്ട് മകൻ്റെ കടം വീട്ടൂല. മകൻ കൃത്യവിലോപം നടത്തിയിട്ട് നിർവഹിക്കാത്ത നിസ്കാരാകട്ടെ നോമ്പാകട്ടെ അതൊന്നും വാപ്പാർ വീട്ടുക എന്നുള്ളതില്ല, അല്ലെങ്കിൽ ഉപകരിക്കുക എന്നുള്ളതില്ല. ഒരു വാപ്പ മകന് വേണ്ടിയിട്ട് അവിടെ ഉപകരിക്കുന്ന അവസ്ഥ ഇല്ല. അതേപോലെ തന്നെ ഈ കിഫായത്ത് ഉണ്ടല്ലോ, പര്യാപ്തമാകുക എന്നുള്ളത്, ഒരാൾക്ക് പകരം മറ്റൊരാൾ പര്യാപ്തമാകുക, മതിയാകുക എന്നുള്ളത് അവിടെ അല്ല. അതുപോലെ തന്നെ ചെറുക്കുക, പ്രതിരോധിക്കുക, ചെറുക്കുക എന്നുള്ളതും അവിടെ അല്ല. അവിടെ ഉള്ളത് എന്താ, അവിടെ ഉള്ളത് നഫ്സി നഫ്സി നഫ്സി.
എന്നുള്ളതാണ് ഉള്ളത്. അതിപ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. ഇവിടെ അതിൻ്റെ തുടർച്ചയിൽ വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. വലാ മൗലൂദുൻ, മൗലൂദ് എന്ന് പറഞ്ഞാൽ വലത്. മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിക്കപ്പെട്ടത് എന്നാണ്. ജനിക്കപ്പെട്ടത് ആരാ? സന്തതിയാണ്. മൗലൂദ് എന്ന് പറഞ്ഞാൽ വലത് എന്ന അർത്ഥത്തിൽ. വലാ മൗലൂദുൻ, ഒരു മൗലൂദും, ഇങ്ങോട്ടാണ് അർത്ഥം. ലാ യജ്സി, ലാ യജ്സി, ഇതൊക്കെയാണ് ഉദ്ദേശം. വീട്ടുകയോ നിർവഹിക്കുകയോ ഉപകരിക്കുകയോ മതിയാവുകയോ ചെറുക്കുകയോ ഇല്ല ഒരു മൗലൂദും, ഒരു മകനും ഒരു സന്തതിയും. ഹുവ ജാസിൻ, ഇവിടെ പിന്നെ ക്രിയല്ല, ജാസിൻ. ജാസിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസാ യജ്സി എന്നുള്ളതിൻ്റെ ഇസ്മു ഫാഇൽ. ജാസിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജാസിൻ, അല്ലെങ്കിൽ ജാസി എന്ന് പറയാം. ജാസിൻ. വല മൗലൂദുൻ, ഒരു മൗലൂദുമില്ല, സന്തതിയുമില്ല. ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ജാസിൻ, ജാസിൻ എന്ന് പറഞ്ഞാൽ വീട്ടുന്നവനായി, അല്ലെങ്കിൽ നിർവഹിക്കുന്നവനായി, അല്ലെങ്കിൽ ഉപകരിക്കുന്നവനായി, മതിയായവനും പര്യാപ്തമായവനുമായി, അല്ലെങ്കിൽ ചെറുക്കുന്നവനായി. ഇത് ഇസ്മു ഫായിലാണ്, നാമമാണ്. അപ്പോൾ ഇവിടെ ചെറുക്കുന്നവൻ, അല്ലെങ്കിൽ മതിയായവൻ, അല്ലെങ്കിൽ ഉപകരിക്കുന്നവൻ, അല്ലെങ്കിൽ നിർവഹിക്കുന്നവൻ, അല്ലെങ്കിൽ വീട്ടുന്നവൻ, ഇതാണ് അതിൻ്റെ അർത്ഥം. ജാസി. ഈ ജാസി എന്നാണ് യാണ്ട്, ആ യാ കളഞ്ഞു പോയിട്ട് അതിന് പകരമാണ് ആര്? ഈ തൻവീൻ. തൻവീനുൽ ഇഅ്വദ്, പകരം വന്ന തൻവീൻ. ജസ യജ്സി ജാസി എന്നാണ്. യാ കളഞ്ഞു പോയിട്ടാണ് ഈ തൻവീൻ. അതിലൂടെ ജാസിൻ. ഓക്കെ. അപ്പോൾ വലാ മൗലൂദ്, ഒരു മൗലൂദും ഇല്ല. ഹുവ അവൻ, ജാസിൻ, ജാസിനായിട്ട്, ജാസിനായിട്ട്. ജാസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ആരെ തൊട്ട്? ജാസിൻ അൻ വാലിദിഹി, തൻ്റെ വാലിദിനെ തൊട്ട്, തൻ്റെ വാലിദിനെ തൊട്ട്. വാലിദ് എന്ന് പറഞ്ഞാൽ തനിക്ക് ജന്മം നൽകിയവൻ, വാപ്പ അല്ലെങ്കിൽ ഉമ്മ. അപ്പോൾ വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി, തൻ്റെ വാലിദിനെ തൊട്ട് ഒരു മകനും ജാസിനല്ല. ഷൈഅൻ, ഷൈഅൻ എന്ന് പറഞ്ഞാൽ ഒട്ടും, ഒന്നുമേ. ഷൈഅൻ എന്ന് പറഞ്ഞാൽ ഒന്നും, ഒട്ടുമേ എന്നർത്ഥത്തിൽ. ഒട്ടുമേ ഇതാണ്, വീട്ടുകയോ നിർവഹിക്കുകയോ ഉപകരിക്കുകയോ മതിയാവുകയോ ചെറുക്കുകയോ ഇല്ല എന്നാണ്. തെല്ലും തെരുമ്പും ഇല്ല, അതാണ്. ഇവിടെ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, അല്ലേ? വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅൻ എന്ന് പറഞ്ഞു. ഇത് ഉണ്ടല്ലോ, ലാ യജ്സി വാലിദുൻ എന്ന് പറയുമ്പോൾ അത് ജുംല ഫിഅലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയയിലാണ് തുടങ്ങുന്നത്, അല്ലേ? ലാ യജ്സി വാലിദുൻ, പിതാവ് ഉപകരിക്കൂല്ല എന്ന്. ഇവിടെ വലാ മൗലൂദുൻ ഹുവ ജാസിൻ, അത് ക്രിയയിലല്ല തുടങ്ങുന്നത്. ഇത് ജുംല ഫിഅലിയ എന്ന് പറയും, ഇത് ജുംല ഇസ്മിയ എന്ന് പറയും. ഇപ്പോൾ കാമ വലതുൻ എന്ന് പറഞ്ഞത് എന്താ? കാമ വലതു എന്ന് പറഞ്ഞാൽ കുട്ടി നിന്നു. ഇനി അൽ വലതു ഖായിമുൻ എന്ന് പറഞ്ഞത്, അൽ വലതു ഖായിമുൻ, കുട്ടി നിൽക്കുന്നവനാണ്. എന്താ തമ്മിൽ വ്യത്യാസം? രണ്ടും കുട്ടി നിന്ന വിഷയമാണ്, അല്ലേ? പക്ഷെ ഇവിടെ കാമ വലതിന് കുട്ടി നിന്നു, ഇവിടെ അൽ വലതു കുട്ടി ഖായിമുൻ നിൽക്കുന്നവനാണ്. ഇതിന് ജുംല ഫിഅലിയ എന്ന് പറയും, കാരണം ഇത് ജുംലയിലാണ്, ഫിഅലിലാണ് തുടങ്ങുന്നത്. ഇത് ജുംല ഇസ്മിയാണ്, രണ്ടും ഇസ്മാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം. ഏതാ ഇതിൽ സ്ട്രോങ്? കാമ വലതുൻ എന്ന് പറയുന്നതാണ് സ്ട്രോങ്, അതല്ല അൽ വലതു ഖായിമുൻ എന്ന് പറയുന്നതാണ്. അൽ വലതു ഖായിമുൻ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, കാമ വലത് പറഞ്ഞാൽ കുട്ടി നിന്നു പിന്നെ ഉറങ്ങി കിടന്ന് പോയി അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അൽ വലതു ഖായിമുൻ എന്ന് പറഞ്ഞാൽ കുട്ടി നിൽക്കുന്നവനാണ്, അപ്പോഴും നിൽക്കുകയാണ്, നിന്നു നിൽക്കുകയാണ്, ഹുക്കുമ് തുടരുകയാണ്. അൽ വലതു ഖായിമുൻ, കുട്ടി നിൽക്കുന്നവനാകുന്നു എന്നാണ്. അപ്പോൾ നിന്നിട്ടുണ്ട്, നൃത്തം തുടരുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുക എന്നുള്ള ഹുക്കും, വിധി ഏതിലാണ് കൂടുതൽ? സ്ട്രോങ് ആയില്ല, സ്ട്രോങ് ഇതിലാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി എന്നുള്ളത് ജുംല ഫിഅലിയാണ്. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി എന്നുള്ളത് എന്താണ്? ജുംല ഇസ്മിയാണ്. അപ്പോൾ വാപ്പ മകന് ഉപകരിക്കൂല എന്നുള്ളതാണോ, മകൻ
വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് ഉപകരിക്കൂല എന്നുള്ളതാണോ ഈ പ്രസ്താവനയിൽ ഏതാ സ്ട്രോങ് പറയ്. ഒന്നാമത്തേതാണോ അതല്ല ഇതാണോ? രണ്ടാമത്തെ. കാരണം ഇതാണ് ജുംല ഇസ്മിയ. ജുംല ഇസ്മിയ അല്ലാതെ ജുംല ഇസ്മിലാണ് തുടങ്ങുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി ഇതിൻ്റെ പ്രയോഗം ലാ യജ്സി വാലിദുൻ ഹുവ അൻ വലദിഹി എന്ന് പറഞ്ഞില്ലല്ലോ, ഇല്ല. പക്ഷെ ഇവിടെ നോക്കി വലാ മൗലൂദുൻ ഹുവ, വലാ മൗലൂദുൻ ഒരു മൗലൂദും ഹുവ അവൻ, ഈ മൗലൂദായവൻ എന്താണ് ജാസിൻ അൻ വാലിദിഹി തൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉപകരിക്കുകയോ നിർവഹിക്കുകയോ പര്യാപ്തമാവുകയോ ചെറുക്കുകയോ ചെയ്യൂല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മക്കൾ ഉപകരിക്കൂല എന്നുള്ളതിനെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ജുംല ഇസ്മിയയാക്കി പിന്നെ ഹുവ അവൻ, ഈ മകൻ അവൻ എന്നുള്ളത് എന്തിനാ ദമീർ മുൻഫസിൽ ഇവിടെ ദമീർ സർവനാമം കൊണ്ടുവന്നത്? അത് സൂറത്ത് മക്കിയത്താണ്. മക്കയിൽ ചില മക്കൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു, പക്ഷെ അവരെ വാപ്പാര് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരലോക വിശ്വാസവും അന്ത്യനാളൊക്കെ പറയുമ്പോൾ ചില വാപ്പാരുടെ നിഗളിപ്പ് അവരുടെ മക്കളുടെ ഇസ്ലാം പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു പരലോകം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ മക്കൾ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ വെപ്പ്. ചില പ്രധാനികൾ പറഞ്ഞാണ് മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് വാപ്പാർ ഇസ്ലാം സ്വീകരിക്കാത്ത ചില പ്രധാനികൾ. മലക്ക ഖാലിദ് ബിനുൽ വലീദ് മക്കാക്കാലാണ്. ഖാലിദ് ബിനുൽ വലീദ് മക്കത്ത് ഇസ്ലാം സ്വീകരിച്ചോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്രയിച്ചു ആദ്യകാലത്ത്. പക്ഷേ വാപ്പ അബൂ ഖുഹാഫ നസ്രാസൽമാ തങ്ങൾ 13 വർഷം മക്കത്തുണ്ടായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പിന്നെ മദീനത്ത് ഹിജ്റ പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചില്ല. മക്കം ഫതഹിൻ്റെ അന്നാണ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത്. നീണ്ട 18 വർഷത്തിന് ശേഷമാണ് മക ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ട് വാപ്പ ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂബക്കറിൻ്റെ ഉദാഹരണമാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദാഹരണം. അലി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ആദ്യം ഇസ്ലാം സ്വീകരിച്ച മകനാണ്. പക്ഷേ അബൂ താലിബ് വാപ്പ ഇസ്ലാം സ്വീകരിച്ചില്ല, കുഫറിൽ തുടർന്നു. മനസ്സിലായില്ലേ? അലി, അബൂ താലിബ്. പിന്നെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. മിസ്അബ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചില്ല. മിസ്അബ് റളിയല്ലാഹുവിൻ്റെ വാപ്പനെ കുറിച്ച് ചരിത്രത്തിൽ അത്ര ഇതില്ല. പക്ഷെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കാതെ അവർ ശടിച്ചു. അബൂജന്തൽ ഇവിടെ സ്യൂട്ടല്ല. അബൂജന്തലും സുഹൈൽ ഇബ്നു അംറും. അബൂജന്തലിനെ കുറിച്ച് അബൂജന്തൽ ശരിയാണ്, മക്കത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അബൂജന്തൽ സഅദ് ബിൻ അബി വക്കാസ് നമ്മളിവിടെ പറഞ്ഞാണ്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ പേരിലാണ് വസൈനൽ ഇൻസാന ബിവാലിദൈഹി ആയത്തിറങ്ങിയത്. ഉമ്മ ഇസ്ലാം സ്വീകരിക്കാതെ തിന്നാതെ കുടിക്കാതെ മിണ്ടാതെ കഴിഞ്ഞ ആ വിഷയം. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചില്ല. ഉമ്മ കുഫറിൽ തുടർന്നു. അബൂജന്തൽ അത് പറഞ്ഞ അബൂജന്തലിൻ്റെ ശരിയാണ്. അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചു. വാപ്പ സുഹൈൽ ഇബ്നു അംർ. അബൂജന്തലിൻ്റെ ആ കുടുംബം അവരുടെ ചരിത്രം ഒരു ആമിരികളാണ്. ബനു ആമിർ ഗോത്രം. ഹബശയിലേക്കുള്ള ഹിജറയിൽ ആദ്യത്തെ ഹിജറയിൽ ഈ കുടുംബം അതിലെ മെമ്പർമാർ ഒരു വലിയ ആളുകളാണ് പോയത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യ സൗദ ബിൻത് സമ്മ ആമിരിയത്താണ്. അവരുടെ ഭർത്താവ് സുക്രാൻ ഇബ്നു അംർ. സുഹൈൽ ഇബ്നു അംറിൻ്റെ അബൂജന്തലിൻ്റെ ഉപ്പ സുഹൈലിൻ്റെ സഹോദരനാണ് സുക്രാനും സുക്രാൻ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചാണ്. ഹബശ ഹിജറയിലും അദ്ദേഹം പിന്നെ ഹിജറ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് സൗദ റളിയല്ലാഹു തആലയുടെ വിധവയായത്. റസൂലുള്ളാഹി അവരെ പിന്നെ കല്യാണം കഴിക്കുന്നത്. സൗദ ബിൻത് സമ്മയുടെ ഭർത്താവ് സുക്രാൻ ഇബ്നു അംർ അൽ ആമിരി. സുഹൈൽ ഇബ്നു അംർ അൽ ആമിരി. സുഹൈൽ ഇസ്ലാം സ്വീകരിച്ചില്ല, പക്ഷേ സുഹൈലിൻ്റെ മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. പെൺകുട്ടികൾ ഇസ്ലാം സ്വീകരിച്ചു. അബൂജന്തൽ ഇസ്ലാം സ്വീകരിച്ചു. ഓക്കെ, ശരിയാണ്. എന്തായാലും പ്രധാനികൾ അബൂ താലിബ് അലി, അബൂ ഖുഹാഫ അബൂബക്കർ, ഇങ്ങനെയുള്ള ചില പ്രധാനികൾ മക്കൾ ഇസ്ലാം ആശ്രയിച്ചു, വാപ്പാർ ഇസ്ലാം ആശ്രയിച്ചിട്ടില്ല. അപ്പോൾ ചിലരുടെ ഒരു വശം ഉണ്ടല്ലോ, ചിലരുടെ ഒരു വിഷയം അവരുടെ മക്കളുണ്ടല്ലോ. അന്ന് കാലങ്ങളിൽ അങ്ങനെയാണ്. ആൺമക്കൾ പ്രത്യേകിച്ച് വാപ്പാർക്കൊരു ഫഖറാണ്. എൻ്റെ ആൺകുട്ടികൾ, എൻ്റെ മക്കളെൻ്റെ. അതുകൊണ്ടാണ് ബനീന ഷുഹൂദ എന്ന് പറഞ്ഞത്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ അൽ വലീദ് ബിൻ മുഗീറിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട്. എവിടെ പറഞ്ഞത്? ബനീന ഷുഹൂദ.
മുദ്ദസിറിൽ ഇന്നഹും യറൗനഹു കല്ല ഇന്നഹു കാനലി ആയാത്തിന അനീദ സഉർഹിഖുഹു സുഊദ ഇന്നഹു ഫക്കറ. അതിന് മുമ്പ് ദാലിക യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ. ദർനി വമൻ ഖലഖ്തു വഹീദ. വലീദ് ഇബ്നുൽ മുഗീറനെ കുറിച്ച് പറയാണ്, മൂപ്പരെ വിടാൻ പറയാണ്, അള്ളാഹു കൈകാര്യം ചെയ്തെന്ന് പറയാണ്. എന്നിട്ട് അള്ളാഹ് പറയാൻ നിയമത്ത് കൊടുത്ത് വജഅൽതു ലഹു മാലൻ മംദൂദ, വിശാലമായ സമ്പത്താണ് നൽകിയത്. വബനീന ശുഹൂദ, ഏത് സമയവും തൻ്റെ അടുക്കൽ സാക്ഷികളായ മക്കൾ, ആൺമക്കൾ. കാരണം എല്ലാ അറബികളും അവരുടെ മക്കളൊക്കെ കച്ചവടത്തിന് വിടും. വലീദ് ഇബ്നുൽ മുഗീറക്ക് അതിൻ്റെ ആവശ്യമില്ല, മക്കൾ മൂപ്പരടുത്തുണ്ട്. അപ്പോൾ അവരുടെ വിഷയം ഈ മക്കൾ അവർ രക്ഷകരായി തന്നോടൊപ്പം ഉണ്ടാകുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പിന്നെ അഭിമാനം, ചിലപ്പോഴൊക്കെ ആ ദുരഭിമാനം അത് അന്ന് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഈ പ്രയോഗത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ, ഒരു മൗലൂദും ഒരു സന്തതിയും ഹുവ എന്ന് പറയുന്നതുണ്ട്. ആ സന്തതി അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒന്ന് ഉറപ്പിച്ച് പറയാണ്, ഒരു സന്തതിയും ഇല്ല ജാസിൻ അൻ വാലിദിഹി, തൻ്റെ വാലിദിനെ തൊട്ട്, തനിക്ക് ജന്മം നൽകിയ വാപ്പയാട്ടെ ഉമ്മയാട്ടെ അവരെ തൊട്ട്. ജാസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ജാസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അവരുടെ ബാധ്യത വീട്ടുന്നവരായി, അല്ലെങ്കിൽ അവരുടേത് നിർവഹിക്കുന്നവരായി, അവർക്ക് ഉപകരിക്കുന്നവരായി, അവർക്ക് മതിയായവരായി, അവരെ തൊട്ട് ചെറുക്കുന്നവരായി ഒരു മൗലൂദും ഇല്ല. ഷെയ് എന്ന് പറഞ്ഞാൽ ഒട്ടും. അതാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ ഈ മാതാപിതാക്കളുടെ വിഷയം ഉണ്ടല്ലോ, നമ്മൾ ഈ സ്നേഹബന്ധങ്ങളിൽ ഏറ്റവും അടുത്തത് ആരൊക്കെ? ഉബുവ, അതേപോലെ തന്നെ അൽബുനുവ. എന്താ അൽബുനുവ? മക്കൾ. പിന്നെ സൗജിയ അല്ലേ, ഭാര്യ ഭർത്താക്കന്മാർ. ഇതല്ലേ സ്നേഹബന്ധങ്ങളിൽ ഏറ്റവും ഊഷ്മളമായതും ഏറ്റവും അടുത്തതും മാതാപിതാക്കൾ, മക്കൾ, അതേപോലെ ഇണകൾ. ഇതാണ് ഏറ്റവും അടുത്ത. ഇതിനെ കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് അൽ ഖൗല. ഖൗല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മൻ്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ ഉമൂമ, വാപ്പാൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ, ഇങ്ങനെയുള്ളതൊക്കെ. ഇതാണത് ഏറ്റവും അടിസ്ഥാനം. അതിൽ തന്നെയും ഇത് മാതാപിതാക്കളും മക്കളും അവരാണ് ഏറ്റവും കൂടുതൽ സ്നേഹം വിളക്കപ്പെടുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിശ്വാസം മതങ്ങളൊക്കെ മദീനത്തെ പള്ളിയിലിരിക്കുക. ഇയാസ് ബിൻ ഖുറ പറയാണ്, അപ്പോൾ ഒരു കുട്ടി വാപ്പി റസൂലുള്ളാഹിൻ്റെ സദസ്സിക്ക് വരും. ഒരു കുട്ടി വാപ്പി റസൂലുള്ളാഹിൻ്റെ സദസ്സിക്ക് വരും. അങ്ങനെ വാപ്പ റസൂലുള്ളാഹിൻ്റെ മുന്നിലിരിക്കും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും? ഈ വാപ്പാൻ്റെ പുറകിലൂടെ വരും. എന്നിട്ട് മുതുകിലൂടെ കയറിയിട്ട് മടിയിൽ ഇരിക്കും. റസൂലുള്ളാഹിൻ്റെ മുന്നിലാണിത്. കുട്ടി ഇങ്ങനെ ബാക്കിലൂടെ വന്ന് മുതുകിൽ കയറി പിന്നെ മടിക്ക് ചാടിയിരിക്കും. അതാണ് കുട്ടീൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കാണ്, അത്തുഹിബ്ബു എന്ന്. എന്താ അത്തുഹിബ്ബു പറഞ്ഞാൽ? വാപ്പാനോട് ചോദിക്കാണ്, ഈ കുട്ടീനെ ഇഷ്ടമുണ്ടോ ചോദിക്കാണ്. അപ്പോൾ ഇയാൾ പറയണത് എന്താ അറിയോ? അഹബ്ബക്കല്ലാഹു കമാ ഉഹിബ്ബു എന്നാണ്. എന്താ? റസൂലെ, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കട്ടെ, ഞാൻ ഈ കുട്ടീനെ സ്നേഹിക്കണത് പോലെ. ഞാൻ ഈ കുട്ടീനെ സ്നേഹിക്കണത് പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ എന്നാണ് പറയണത്. എന്നാലോചിച്ച് നോക്കിയാൽ അള്ളാഹിൻ്റെ സ്നേഹം മൂപ്പര വകവെക്കുക, അളക്കാം. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താ? അത്രയും സ്നേഹമുണ്ട് എന്നുള്ളതാണ്. വാപ്പാർക്ക് ഈ മോനോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ ഹദീസിൽ പറയാണ്, റാവി ഇയാസ് ബിൻ ഖുറ പറയാണ്, പിന്നെ ഈ മനുഷ്യൻ ഇത് ഈ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സദസ്സിക്ക് വരുന്നതല്ല, പിന്നെ മസ്ജിദ് നബവിക്ക് വരണില്ല, റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ വരണില്ല, കുട്ടിയില്ല, വാപ്പിയില്ല, ഒന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി അന്വേഷിച്ച് അയാൾ എവിടെയത്. അപ്പോൾ പറയുന്നത്, റസൂലെ, ആ സംഭാഷണത്തിനപ്പുറം ആ കുട്ടി മരിച്ച്, ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഈ വാപ്പാക്ക് അതിൻ്റെ ആ വിഷാദം, അതിലുള്ള വ്യസനം, കുട്ടി മരിച്ചതിലുള്ള ആ വിരഹ ദുഃഖം, അത് കാരണത്താൽ പിന്നെ റസൂലുള്ളാഹിനെ കാണുമ്പോൾ, പിന്നെ ആ സദസ്സ് കാണുമ്പോൾ കുട്ടീനെ ഓർത്തിട്ട് അയാൾക്ക് അസഹ്യത, അതിനാലാണ് വരാത്തത് എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ആളുകൾ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അയാളെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ
അയാൾ അപ്പോൾ വന്നപ്പോൾ റസൂൽ പറയുന്നു അയ്യുഹുമ അഹബ്ബു ഇലൈക്ക്, രണ്ട് കാര്യമുണ്ട്, രണ്ട് വിഷയമുണ്ട്, അതിലേതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് എന്നോട് പറയണം, തുറന്ന് പറയണം എന്നാണ് റസൂൽ കാമുകായിട്ട് പറയാണ്. രണ്ട് കാര്യമുണ്ട്, അതിൽ ഏതാണ് ഏറ്റവും നിനക്ക് ഇഷ്ടം എന്നുള്ളത് നീ എന്നോട് തുറന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞ് അൻ തതമത്തഅ ബിഹി ഫി ഉമൂരിക്, ഈ കുട്ടിയെ നീ ദുനിയാവിൽ നിൻ്റെ ആയുഷ്കാലത്ത് ദുനിയാവിൽ ഈ കുട്ടിയെ ആസ്വദിക്കലാണോ, അതല്ല അൻ തസ്ബിഖഹു ഇലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്നത്തി ഫതഫ്തഹു ലക്, ഈ കുട്ടി നിന്നെ മുൻകടന്ന് സ്വർഗ കവാടങ്ങളിൽ ഒരു കവാടത്തിലേക്ക് ചെന്നിട്ട് നിനക്കത് തുറന്നു തരലാണോ ഏറ്റവും ഇഷ്ടം. അല്ലാഹു അക്ബർ. ഈ കുട്ടി സ്വർഗത്തിന് 8 കവാടങ്ങളല്ലേ, അതിൽ ഒരു കവാടത്തിലേക്ക് നിന്നെ മുൻകടന്ന് ചെന്നിട്ട് നീ അവിടെ ചെല്ലുമ്പോൾ അത് നിനക്ക് കുട്ടി സ്വർഗത്തിൻ്റെ ആ കവാടം തുറന്നു തരലാണോ ഇഷ്ടം എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് സ്വർഗ കവാടം തുറന്നു തരലാണ് ഏറ്റവും ഇഷ്ടം എന്നാണ്. അവർ റസൂൽ പറഞ്ഞു ഫദാക്കലക് എന്ന് പറഞ്ഞാൽ എന്താ, നിൻ്റെ ഈ കുട്ടി നീ പരലോകത്ത് ചെല്ലുമ്പോൾ നിന്നെ മുൻകടന്ന് സ്വർഗ കവാടത്തിലേക്ക് ഓടിച്ചെല്ലും, എന്നിട്ട് അത് നിനക്ക് സ്വർഗം തുറന്നു തരും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട്, ഇത് ഹദാ ലിയ ഫഖത്ത് അല്ലെങ്കിൽ ഖാസ, ഇതെനിക്ക് മാത്രമുള്ളൊരു ആനുകൂല്യമാണെന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞില്ല, ലിക്കുല്ലിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് മനസ്സിലായി. ഞാൻ കുറിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു വാപ്പാക്ക് മകനോടുള്ള ഹുബ്ബ് അതൊരു അനിഷേധ്യ യാഥാർത്ഥ്യവും ഒരു അനിവാര്യതയാണ്. വാപ്പ മക്കൾ ആ ഒരു സ്നേഹബന്ധം, അപ്പോൾ ആ ബന്ധം അത് ശൂന്യഹസ്തമായി പരലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും ഉപകരിക്കൂല, ഫലം ചെയ്യൂല എന്നുള്ളതാണ്. ഷൈഅൻ ഇവിടെ ലാ എന്നുള്ളത് എന്താ, ലാ നിരാകരണമാണ്, നിരാകരിക്കാനല്ലേ, ഒരു സംഗതിയെ നിരാകരിക്കാനാണ് നിരാകരണമാണ് വന്നത്. ഇവിടെ വാലിദുൻ, അതേപോലെ അല്ല മൗലൂദുൻ, ഈ നിരാകരണത്തെ തുടർന്നിട്ട് നക്കീറ വന്നാൽ എന്നതിന് പറയാം വ്യാകരണ പ്രകാരം. അത് ഉമ്മൂമിൻ്റെ മാന എന്ന് പറഞ്ഞാൽ ഒരു പിതാവും അതേപോലെ ഒരു മകനും ഉപകരിക്കില്ല അല്ലെങ്കിൽ വീട്ടൂല്ല. ഈ പറഞ്ഞതൊക്കെ ഒട്ടുമേ ഒന്നും എന്നുള്ളതാണ് അതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം ഉണർത്തുന്നത്. ആരും തൻ്റെ വാപ്പുണ്ടാകും, അല്ലെങ്കിൽ തൻ്റെ മകനുണ്ടാകും, മകളുണ്ടാകും, അല്ലെങ്കിൽ തൻ്റെ ഇണയുണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇതിലാരാ നമുക്ക് എടുത്ത് ഉദാഹരിക്കാൻ പറ്റുന്നത്? നൂഹ് നബിൻ്റെ ചരിത്രം ഇതിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞേ. മകൻ വാപ്പാക്ക് ഉപകരിക്കൂല അല്ലേ, വാപ്പ മകന് ഉപകരിക്കൂല. ആരാ? നൂഹ് നബിയും മകനും അല്ലേ. നീ ഇവിടെ ഇണകളുടെ വിഷയത്തിലേക്ക് വന്നാൽ ലൂത്ത് നബി, നൂഹ് നബി, ആസിയ, ഫിർഔൻ, അതൊക്കെ പരലോകത്ത് ഇവരൊന്നും അന്യോന്യം ഉപകരിക്കൂല എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു മുസ്തആൻ. അപ്പോൾ ഇവിടെ ആ ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ആ പദം തിരഞ്ഞെടുത്തതിൽ വിശാലമായൊരർത്ഥമാണ് ഉദ്ദേശിച്ചത്, വിശാലമായൊരർത്ഥം. അപ്പോൾ നമ്മൾ അതിനർത്ഥം പറയുമ്പോൾ ലാ യജ്സി എന്നും അതേപോലെ തന്നെ ഹുവ ജാസിൻ, ഒരു മകനും ജാസിൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ. അപ്പം മകൻ വാപ്പാൻ്റെത് വീട്ടുന്നവനല്ല, അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ട് മകൻ നിർവഹിക്കുന്നവനല്ല, വാപ്പാക്ക് വേണ്ടി മകൻ ഉപകരിക്കുന്നവനല്ല, വാപ്പാക്ക് വേണ്ടി മകൻ പര്യാപ്തമായവനോ മതിയായവനോ അല്ല, വാപ്പാനെ തൊട്ട് മകൻ ചെറുക്കുന്നവനോ തടുക്കുന്നവനോ അല്ല. ഇവിടെ പരലോകത്ത്. ആ ഒരു വിപുലമായ വിശാലമായ ആശയം അത് നമ്മളിവിടെ അള്ളാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വ ലബ്ധിയുടെ പ്രഥമ നാൾ എന്ന് പറഞ്ഞാൽ പരസ്യ പ്രബോധനത്തിൻ്റെ പ്രഥമ നാളിൽ റസൂലുള്ള നിർവഹിച്ചത് അതാണ്. എല്ലാ കുടുംബക്കാരെയും വിളിച്ചു. അതിൽ ഏറ്റവും ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ഹൃദയത്തിൻ്റെ കഷ്ണമായ ഫാത്തിമയെ വിളിച്ചു അല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ആളുകളെ റസൂലുള്ളാഹിൻ്റെ
പിന്നെ പിതൃവ്യൻ അബ്ബാസിനെ വിളിച്ചു, അമ്മായി സഫിയയെ വിളിച്ചു. പിന്നെ അതേപോലെ ഖുറൈശികളിൽ ബനു അബ്ദു മനാഫിനെ വിളിച്ചു, ബനു ഖുസൈനെ വിളിച്ചു, മാഷറ ഖുറൈശികളെ മൊത്തത്തിൽ വിളിച്ചു. എല്ലാവരോടും പറഞ്ഞതെന്താ? ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅൻ ലാ അംലികു ലക്കും മിനല്ലാഹി ഷൈഅൻ. ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല, ഞാൻ ഉപകരിക്കൂല്ല. അൻഖിദു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിക്കോളിം അനിന്നാർ, അല്ലെങ്കിൽ മിനന്നാർ നരകത്തിൽ നിന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ഒരായത്തിൽ ഊന്നി ഉണർത്തുന്നത്. ഈമാനില്ലാതെ അമലുകളില്ലാതെ ആരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളെയും രക്ഷപ്പെടുത്തില്ല എന്നുള്ള വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് റബ്ബിനെ സൂക്ഷിക്കാൻ പറഞ്ഞത്? ഇങ്ങനൊരു ദിവസത്തെ ഭയക്കാൻ പറഞ്ഞത്? തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ, ഈ ദിവസത്തെ എന്തിനാണ് ഭയക്കാൻ പറഞ്ഞത്? ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. കാരണം അള്ളാഹുവിൻ്റെ വഅദ് അത് ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അത് പുലരുക തന്നെ ചെയ്യും. ഈ അള്ളാഹുവിൻ്റെ വഅദ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. വയഖൂലൂൻ, അവർ ചോദിക്കുകയാണ്, മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ വഅദ്? അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നുണ്ട്? ഈ വഅദിനെ കുറിച്ച് അവരോട് പറയുന്നുണ്ട്, ഈ വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വാഗ്ദാനം അറിയപ്പെട്ടതാണ്. അപ്പോൾ അതെന്ന്? നാളെയാണ്, മറ്റന്നാളാണ്, എന്നാണ്? എന്താ വേണ്ടി വരാത്തത്? ഇതൊക്കെയാണ് അവരുടെ വിഷയം. അപ്പോൾ പറയാണ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ വഅദ് അത് ഹക്കാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് പുലരും, അത് ഭവിക്കും എന്നുള്ളത് ഉണർത്താൻ. അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ പേടിച്ചോളി. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. എന്താ? ഫലാ തഗുറന്നകും, ഇതെല്ലാം തഫ്സീലിൻ്റെ ലാ തഗുറ, അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ വഅദ് വാഗ്ദാനം സത്യമായി പുലരുകയാണ് എങ്കിൽ അതാണ് ലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. എന്താ? അൽ ഹയാത്തുദ് ദുനിയ നിങ്ങളെ വഞ്ചിക്കരുത്. ഗറ യഗിറു, അതാണ്, അതിനാണ് ഗറ എന്ന് പറഞ്ഞാൽ ചതിച്ചു, വഞ്ചിച്ചു, പറ്റിച്ചു. ഫലാ തഗുറന്നകും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവിടെ ഇന്ന തഗുറന്ന, ഇന്ന എന്നുള്ളത് തൗക്കീദിൻ്റെ നൂനാണ്. അള്ളാഹു പറയാണ് പറ്റിക്കാതിരിക്കട്ടെ എന്നുള്ളത് അള്ളാഹു ഉറപ്പിച്ച് പറയണം, ബലപ്പെടുത്തി. ആര് ചതിക്കാതിരിക്കട്ടെ? അൽ ഹയാത്തു ദുന്യ, ദുന്യാ ജീവിതം. അൽ ഹയാത്തു ദുന്യ, എന്തിനാണ് ദുനിയാവ്, ഭൗതിക ജീവിതത്തിന് അൽ ഹയാത്തു ദുന്യ എന്ന് പറഞ്ഞ്? ഈ ദുന്യ എന്താ? അത് ധന, അതിൽ നിന്നല്ലേ അൽ അദ്ന അല്ലേ? അതിൻ്റെ സ്ത്രീലിംഗാണ് അദ്ദുന്യ. അൽ അദ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തത്, ഏറ്റവും അടുത്തത്, അല്ലെങ്കിൽ ഏറ്റവും താണത് അടുത്തത്. ഈ അൽ അദ്ന എന്നുള്ള ഇസ്മു തഫ്ദീലിൻ്റെ മുഅന്നസ് സ്ത്രീലിംഗാണ് അദ്ദുന്യ, ഏറ്റവും അടുത്തത്, ഏറ്റവും താണതെന്നാണ്. നമുക്ക് ജീവിതം ഉണ്ടല്ലോ, ജീവിതം രണ്ടുണ്ട്. ഒന്ന് അപ്പുറത്താണ്, മരണത്തിന് അപ്പുറം, അത് അടുത്തതല്ല, അതാകുന്നതാണ്. നമ്മളോട് ഏറ്റവും അടുത്തത് നമ്മളുള്ളത് എവിടെയാണ്? ഈ ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് അതിന് അൽ ഹയാത്തു ദുന്യ എന്ന് പറഞ്ഞത്, ഇഹലോക ജീവിതം. ഫലാ തഗുറന്നകും, നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ അൽ ഹയാത്തു ദുന്യ, ദുന്യാ ജീവിതം. ദുന്യാ ജീവിതം ചതിക്കുമോ? ദുന്യാ ജീവിതം ചതിക്കുമോ? ചതി നടക്കുന്ന വേദിയാണ്, അവസരമാണ് ഏത്? അൽ ഹയാത്തു ദുന്യ. ക്രിയ ചിലപ്പോൾ എന്ത് ചെയ്യും? ക്രിയ നടക്കുന്ന വേദിയിൽ ആ സമയത്തേക്ക് ചേർക്കും. ദുന്യാ ജീവിതം ആരും വഞ്ചിക്കൂല. പിന്നെ ആ ജീവിതത്തിലാണ് എന്ത് ചെയ്യണത്? വഞ്ചന നടക്കുന്നത്. അപ്പോൾ പറയുന്നത് ഫലാ തഗുറന്നകും അൽ ഹയാത്തു ദുന്യ, അത് വേണ്ട. ഈ വഞ്ചന നടക്കുന്ന സമയം, ദിനം, അതാണ് അൽ ഹയാത്തു ദുന്യ. ക്രിയ അങ്ങനെ എന്ത് ചെയ്യും? ആ സമയത്തിലേക്ക് ചേർത്ത് പറയും. ഇപ്പം ലൈലുൽ മുഅ്മിൻ ഖായിമുൻ വനഹാറുൽ മുഅ്മിനി സായിമുൻ എന്ന് പറയും.
എന്താ ലൈലുൽ മുഅ്മിൻ വിശ്വാസിയുടെ രാത്രി ഖായിമുൻ നിസ്കരിക്കുന്നതാണ്. നഹാറുൽ മുഅ്മിൻ വിശ്വാസിയുടെ പകൽ സായിമുൻ നോമ്പെടുക്കുന്നതാണ്. ആരാ നോമ്പെടുക്കുന്നത്? പകലാ നോമ്പെടുക്കുന്നത്, രാത്രിയാണ് നിസ്കരിക്കണത്. പിന്നെ ഈ മുഅ്മിനാണ് അല്ലേ. പക്ഷേ മുഅ്മിൻ നിസ്കരിക്കുന്ന സമയത്തിലേക്ക് എന്ത് ചെയ്തു? മുഅ്മിൻ്റെ പ്രവൃത്തിയെ ചേർത്ത് പറഞ്ഞു. അതാണ് അങ്ങനെ പ്രയോഗിക്കും. അതേപോലെ പ്രയോഗമാണത്. ഇത് പിന്നെ അത് മജാസ് എന്ന് പറയും, ഒരു ആലങ്കാരിക പ്രയോഗം. അലാ കുല്ലിൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഹയാത്തു ദുനിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ദുനിയാവ് ജീവിതത്തിൽ അതിൻ്റെ ഈ സുഷുപ്തിയിൽ, അതിലെ ഈ ഭൗതികതയുടെ വിശാലതയിൽ, അതേപോലെ തന്നെ ദുനിയാവിൽ പലതും ഉണ്ട് ഇവിടെ, കാണാനും കേൾക്കാനും നമ്മൾക്ക് സഹവസിക്കാനും ഒക്കെ ആയിട്ട് പലതും ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? നമ്മളെ ദുനിയാവിൽ പറ്റിക്കും, വഞ്ചിക്കും. ഇവിടെ നമ്മളെ പിന്നെ മനസ്സിനെ റാഞ്ചാനും കണ്ണിനെ റാഞ്ചാനും ഒക്കെ ആയിട്ട് പലതും ഉണ്ട് ദുനിയാവിൽ. അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. ദുനിയാ ജീവിതത്തിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. വലായ ഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, വലായ ഗുറന്നകും ഉണ്ടോ? അത് ആവർത്തിക്കാണ്. ഈ ഇവിടുത്തെ ഗുറന്ന, ഇവിടെ യഗുറന്ന ഹയാത്തു ദുനിയ അത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് തഗുറന്ന എന്ന് പറഞ്ഞത്. ഇവിടെ അൽ ഗറൂർ അത് പുല്ലിംഗാണ്, അതുകൊണ്ടാണ് യഗുറന്ന എന്ന് പറഞ്ഞത്. രണ്ടും എന്തിനാ അറിയിക്കുന്നത്? വഞ്ചിക്കുന്നതിനെ, പറ്റിക്കുന്നതിനെയാണ് അറിയിക്കുന്നത്. വലാ യഗുറന്നകും നിങ്ങളെ വഞ്ചിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ആര്? അൽ ഗറൂർ. ഗറൂർ ആരുടെ കാര്യത്തിൽ? ബില്ല. ബില്ല ആരുടെ കാരണത്താൽ? ബില്ല. അള്ളാഹുവിൻ്റെ സത്തുണ്ട്, ദാത്ത്. ആ ദാത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും പിന്നെ വഞ്ചിക്കാൻ പറ്റില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വിഷയങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹിൻ്റെ വിരോധങ്ങൾ, ഇങ്ങനത്തെ വിഷയങ്ങൾ, അത് കാരണത്താൽ വഞ്ചിക്കുക എന്നുള്ളത് നടക്കും. ആരാൽ? ഈ ഗറൂറിനാൽ. ഗറൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഗറൂർ ഉണ്ടല്ലോ, ഗുറൂറല്ല ഗറൂറാണ്. ഈ ഗറൂർ എന്നുള്ള വസ്തു ഒരാക്കേ ഉള്ളൂ. അതാരാണ്? അത് ശൈത്താനാണ്, പിശാചാണ്. പിശാജിൻ്റെ ഒരു പര്യായമാണ് ഗറൂർ. അത് ഫഊൽ വസനാണ് എന്ന് പറഞ്ഞാൽ സാധാരണ വഞ്ചിക്കുന്നവനല്ല. പിന്നെയോ ഇത് ഗറൂർ എന്ന് പറയുമ്പോൾ പരമവഞ്ചകൻ, കൊടിയ വഞ്ചകൻ. അതാണ് കൊടിയ വഞ്ചകൻ. അപ്പോൾ വലാ യഗുറന്നകും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ആര്? അൽ ഗറൂർ, കൊടിയ വഞ്ചകനായ പിശാച്, ഷെയ്ത്താൻ. ബില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കാരണത്താൽ. ഇവിടെ അള്ളാഹു കാരണത്താൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്തയുടെ വിഷയത്തിൽ ഒരിക്കലും ഷെയ്ത്താന് വഞ്ചിക്കാൻ പറ്റില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വിഷയങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ വിഷയങ്ങൾ, അതിലാണ് അത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളുടെ വിഷയത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച വിരോധങ്ങളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഓരോ ദീനി വിഷയങ്ങൾ, ദീന് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വഞ്ചിക്കാൻ സാധിക്കും. ആർക്ക്? ഷെയ്ത്താന്. എങ്ങനെ ഷെയ്ത്താൻ വഞ്ചിക്കുക? ഇത്തഖുദ്ദുന്യ വത്തഖുന്നിസ, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് ഫിത്നയുടെ വിഷയത്തിൽ. ഷെയ്ത്താന് സ്ത്രീ എന്ന പുരുഷനെന്ന വ്യത്യാസമൊന്നുമില്ല. ഷെയ്ത്താൻ അള്ളാഹുവിൻ്റെ വിഷയങ്ങൾ കാരണത്താൽ അവൻ വഞ്ചിക്കും. അല്ല പറഞ്ഞില്ലേ, യഈദുഹും വയുമന്നീഹിം വമാ യഈദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറ. എന്താ? യഈദുഹും അവൻ വാഗ്ദാനം ചെയ്യും, വയുമന്നീഹിം അവൻ കൊതി ജനിപ്പിക്കും. യഈദുഹും വയുമന്നീഹിം വമാ യഈദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറ. ശൈത്താൻ വാഗ്ദാനം ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? കൊടിയ ചതിയായിരിക്കും, വഞ്ചനയായിരിക്കും എന്ന് പറയാണ്. ശൈത്താൻ പറയും ഇപ്പോൾ ഉറങ്ങാൻ നല്ല ടൈമാണ്, അല്ലെങ്കിൽ ശൈത്താൻ പറയും ഇന്നെ ആണോ, എത്രയും ടൈമുണ്ട്. ശൈത്താൻ പറയും ഈ ചെറുപ്രായത്തിൽ വേണോ, ഇനി പിന്നെ എത്ര കാലം കിടക്കണം, യൗവനുണ്ട്, പിന്നെ പൗരുഷുണ്ട്, പിന്നെ വാർദ്ധക്യമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇപ്പം തന്നെ വേണോ, ഇന്ന് തന്നെ വേണോ, ഇങ്ങനെയൊക്കെ ശൈത്താൻ്റെ വാഗ്ദാനങ്ങൾ പലതാണ്. പിന്നെ അത് ഈ ദുനിയാവിൻ്റെ ചതിക്കൽ, അതുപോലെ തന്നെ
ശൈത്താൻ്റെ അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള ചതിക്കൽ അല്ല. അത് രണ്ടും വളരെ ഗൗരവപ്പെട്ട സുപ്രധാനമായ രണ്ട് വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ പരലോകം എന്ന് പറയുന്നത് ഭയക്കേണ്ടതാണ്. ആ ഭയക്കേണ്ട പരലോകം ഹഖുൻ, ഹഖുൻ, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ യാഥാർത്ഥ്യമായി സംഭവിക്കുന്ന ഭയക്കേണ്ട ഒരു പരലോകമുണ്ട് എങ്കിൽ അതാണ് ഫൗൽ ഫസീഹ എന്ന് പറയുന്നത്. ലാ തഗുറന്നകുമുൽ ഹയാത്തു ദുന്യ, ഈ ദുന്യാ ജീവിതം നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കരുത്. വലാ യഗുറന്നകും ബില്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയങ്ങൾ കാരണത്താൽ നിങ്ങളെ പറ്റിക്കരുത്. ഒരു അൽ ഗറൂർ, ഗറൂറായ പിശാചി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് അതിൻ്റെ അവഞ്ചൻ്റെ ചില രസകരമായ ചരിത്രങ്ങളുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പറയാം. ഈ ആയത്ത് നമ്മൾ തീർക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. യല്ലാ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത